ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 2ാം ക്ലാസ്സിലെ ലാസ്റ്റത്തെ ചാപ്റ്റർ, അതായത് 5th ചാപ്റ്ററാണ് യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിലത്തെ പ്രവർത്തനങ്ങളാണ്, ആക്ടിവിറ്റീസാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് നോക്കാം. മുഴുവനും ഇല്ല, പാർട്ട് 1 ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം പാർട്ട് 2 ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ലുക്ക് അറ്റ് ദ പ്രൈസ് ലിസ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പ്രൈസ് ലിസ്റ്റ് കാണുന്നുണ്ട്. പെൻസിലുണ്ട്, പെന്നുണ്ട്, ഇറേസറുണ്ട്, ഷാർപ്പ്നറുണ്ട്, സ്കെയിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് അല്ലേ, റുപ്പീസ് കണ്ടില്ലേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ 1 ഷാർപ്പ്നർ ആൻഡ് എ പെൻസിൽ. അപ്പോൾ ഒരു ഷാർപ്പ്നറും ഒരു പെൻസിലും വാങ്ങണമെങ്കിൽ നമ്മൾ എത്ര പേ ചെയ്യണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഷാർപ്പ്നറിൻ്റെ പൈസയും പെൻസിലിൻ്റെ പൈസയും കൂടി തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് സുനിത പെയ്ഡ് 20 rupees ആൻഡ് ബോട്ട് 2 things. വാട്ട് ആർ ദ തിങ്സ് ഷീ ബോട്ട്. അപ്പോൾ 20 രൂപ കൊടുത്തു, 2 എണ്ണമാണ് വാങ്ങിയത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 രൂപയ്ക്ക് ഏതൊക്കെ 2 സാധനങ്ങളാണ് കിട്ടുന്നത്? അപ്പോൾ നമ്മൾ 12ൻ്റെ 8ൻ്റെതാണ് ഞാനിവിടെ കൊടുത്തത്. 12ൻ്റെ സ്കെയിലും 8ൻ്റെ ഷാർപ്പ്നറുമാണ്. അത് അതേപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതാൻ നോക്കുക. അടുത്തത് റീഹ ബോട്ട് 3 different things. 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് 20 rupeesന്. അപ്പോൾ 3 എണ്ണം ആണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും? പെൻസിലും പെന്നും ഇറേസറും എടുക്കുക അല്ലേ. ആ 3 എണ്ണം കൂട്ടി എന്ത് കിട്ടും? നമുക്ക് 20 കിട്ടും. ലാസ്റ്റ് വൺ, സാജൻ ബോട്ട് 3 sharpeners ആൻഡ് ഹൗ മെനി ഇറേസേഴ്സ് ക്യാൻ ബി ബോട്ട് ഫോർ സെയിം എമൗണ്ട്. 3 sharpeners വാങ്ങണമെങ്കിൽ എന്താണ്? 3 8 എടുക്കുക അല്ലേ. 3 8 എടുത്താൽ 24 ആണ് കിട്ടുക. അപ്പം ആ 24ന് തന്നെ നമുക്ക് എത്ര ഇറേസേഴ്സ് കിട്ടും? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈസി ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 24 ഒരു 24 വരെ നിങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ എത്ര 4 ആക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് നോക്കിയാൽ നമുക്ക് 6 കിട്ടും കേട്ടോ. അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് പറയുന്നത് കംപ്ലീറ്റ് ദ നമ്പർ പാറ്റേൺസ്. ഇവിടെ ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, മക്കൾക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ 2 ഡിജിറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 78ഉം 8ഉം ആണ്. അപ്പം നമുക്കറിയാം 2 ആണ് അല്ലേ, 2 ആണ്. അപ്പോൾ 2 വെച്ചിട്ടായിരിക്കും കൂടി വരേണ്ടത്. അപ്പോൾ 84ഉം 86ഉം ആയി. നെക്സ്റ്റ് നോക്കാം. 73ന്ന് 75 ആണ്. അതും സെയിം ആണ് അല്ലേ, 2 ആണ്. 75 പിന്നെ 77 ആയി, 2 കൂടി 79 ആയി, പിന്നെ 81 ആയി. നെക്സ്റ്റ് പറയുന്നത് നമ്പർ പാറ്റേൺ നിങ്ങൾ കണ്ടോ, 36 40 44. അതിൽ 4 വെച്ചിട്ടാണ് അല്ലേ കൂടുന്നത്. അപ്പോൾ എല്ലാം 4 ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നെക്സ്റ്റ് നോക്കാം. 18 86 ആയി, അവിടെ 6 ആണ് കൂടുന്നത് അല്ലേ. അപ്പോൾ 6 വെച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കാണാം 63 68 73 ആണ്. അപ്പോൾ 63ന്ന് 68 ആവണമെങ്കിൽ എന്താണ്? 5 ആണ്. അപ്പോൾ എല്ലാത്തിൽ എന്താണ് കൂടുന്നത്? 5 ആണ് കൂടുന്നത്. 5 ആദ്യം അത് മനസ്സിലാക്കണം. എത്ര വെച്ചിട്ടാണ് കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നാലും മാത്രമേ ചെയ്യാൻ പറ്റൂ. എല്ലാം നമ്മളിങ്ങനെ എണ്ണി കണക്ക് കൂട്ടി ചെയ്ത് നോക്കണം. എക്സാമിന് ഇതേപോലത്തെ പാറ്റേൺസ് എന്തായാലും ഉണ്ടാവും. അപ്പം ഇപ്പോഴേ നമ്മളത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 60 65 70. ഇത് വളരെ ഈസിയാണ്, എല്ലാ മക്കളും വേഗം പറയും. ഇവിടെ എന്താണ് കൂടുന്നത്? 5 ആണ് കൂടുന്നത് അല്ലേ. അപ്പോൾ 5 എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 75 80 85. നെക്സ്റ്റ് നോക്കുക. ആഡ് ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾസ് ആൻഡ് റൈറ്റ് ദ സം ഇൻ ദ ബോക്സസ്. ഇപ്പോൾ സർക്കിൾസിലെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 12ഉം 47ഉം കൂടി ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണം? ഇത് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് ഏതാണ് ആൻസർ വരിക. ഇപ്പം ഞാനിവിടെ ആൻസർ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് എങ്ങനെ നോട്ട്ബുക്കിലേക്ക് എഴുതാം? 12 + 47 എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 10 + 2 + 40 + 7 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ മക്കളൊരു ഫോർമാറ്റ് രീതിയിൽ പഠിക്കുന്നില്ലേ, അതുപോലെ ഓരോന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനായിട്ടൊരു ഫോർമാറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അതേപോലെ തന്നെ എഴുതി ഓരോന്ന് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താ? റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ ഇൻസൈഡ് ദ സർക്കിൾസ്. ഓർഡറിൽ സർക്കിൾസിൽ തന്നിരിക്കുന്ന ഓർഡർ മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം 8ന്ന് 16 ആയി. എന്ന് വെച്ചാൽ എന്താണ്? 8ൻ്റെ ഡബിളാണ് 16. എന്ന് വെച്ചാൽ 2 8 കൂട്ടിയാലാണ് 16 ആവുന്നത്. അപ്പോൾ 8 ആണ് ഇതിൽ കൂടി വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എന്താക്കണം? 24നോട് 8 കൂട്ടണം, 32. നെക്സ്റ്റ് 8 കൂട്ടിയാൽ 40 48 56 64. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഏത് നമ്പറാണോ കൂടുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഇപ്പോൾ 8 ആണ് തന്നത്, 16 ആണ് തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
8 കഴിഞ്ഞിട്ട് 16 വരെ എണ്ണി നോക്കണം. എങ്ങനെ 9, 10, 11, 12 എന്ന് പറഞ്ഞ് എണ്ണിയിട്ട് 16 വരെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്ര വിരലുകൾ നിങ്ങൾ അതിനെടുത്തു നോക്കുക. അപ്പോൾ 8 വിരലുകൾ എന്ന് കിട്ടും. ആ 8 ആണ് ഇതിലെ ഡിഫറൻസ്. അപ്പോൾ ഇനി എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ 8 കൂട്ടി എഴുതി കൊടുക്കണം. ഇപ്പോൾ ഈസിയുള്ള നമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല. 9 ഒക്കെ വന്നാൽ അതേപോലെ തന്നെ ചെയ്ത് പഠിക്കണേ. നെക്സ്റ്റ് പറയുന്നത് ഫ്രം 20, 21, 22, 23, 24, 25 എന്ന് പറഞ്ഞിട്ട് 30 വരെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് വെച്ചിട്ട് സമ്മ് 50 ആയിരിക്കണം. എങ്ങനെ നമുക്ക് ആ സർക്കിൾസിൽ എഴുതി കൊടുക്കാം? എല്ലാ മക്കൾക്കും ഫസ്റ്റ് അറിയുന്ന കാര്യമാണ് 20ഉം 30. 20, 30 കൂട്ടിയാൽ 50 കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം? ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടില്ലേ ഒരു ഫോർമാറ്റ് എഴുതിയത്, നിങ്ങൾ കാണുന്നുണ്ടോ? 20ന്ന് 30ലേക്ക് അല്ലേ? അത് ആദ്യം നമുക്ക് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 21 ഉണ്ടാവും. അപ്പോൾ 21 നമുക്ക് എന്ത് കൊടുക്കാം? 29. 21 + 29 എന്താണ്? 50 ആണല്ലേ? നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങളിവിടെ താഴെ ഞാൻ കണ്ടില്ലേ വാട്ട് ഐ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? എങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയതെന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ് 21, 29 എങ്ങനെ കൂട്ടി നോക്കാം? ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമാറ്റാണത്. അതുപോലെ ചെയ്തിട്ട് ഇതേ മോഡൽ ചെയ്താൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സെയിം കാര്യം തന്നെയാണ് ഇതിലും പറയുന്നത്. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 50 ആസ് പെയേഴ്സ് വിത്ത് സം ഓഫ് 50. 1 to 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ സമ്മ് നമുക്ക് 50 കിട്ടണം എന്ന രീതിയിൽ വേണം സർക്കിൾസിൽ എഴുതാൻ. അപ്പോൾ നമ്മൾ ആലോചിക്കുക എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇതിനുള്ളൊരു ഈസി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1 to 50 എഴുതി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചില്ലേ 50 എടുക്കരുത്. 1 തൊട്ടിട്ട് 1നെ 49 എടുക്കുക. 49 + 1 എന്താണ്? 50 ആണ്. 2ന് എന്തെടുക്കുക? 2ഉം 48ഉം എടുക്കുക. 3ഉം 47ഉം എടുക്കുക. 4ഉം 46ഉം എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്താക്കുക? ചെയ്തു നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് എന്താകും? 24, 26ൽ അവസാനിക്കും. ആ 24, 26 നിങ്ങൾ കണ്ടില്ലേ? 24ന്ന് 26 വരെ എത്തും. ലാസ്റ്റ് ഒരു നമ്പർ നടുവിലുള്ള 25 മാത്രം ഒഴിവാകും. അതാണ് അവിടെ ഒരു ചോദ്യം കണ്ടത്. വാട്ട് നമ്പർ ഇസ് ലെഫ്റ്റ്? അവസാനം ബാക്കിയായ നമ്പർ ഏതാണെന്ന് ചോദിക്കും. അതാണ് എന്ത്? 25. അപ്പോൾ എഴുതാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ 50 മാറ്റി വെക്കുക. കാരണം നമുക്ക് 50 ആണ് ആൻസർ കിട്ടേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? 1ഉം 49ഉം എടുക്കുക. 2ഉം 48 എടുക്കുക. അങ്ങനെ ഓരോ നമ്പേഴ്സ് എടുക്കുന്ന അനുസരിച്ച് അതിനടുത്ത താഴത്ത് നോക്കിയിട്ട് ആ നമ്പറും കൂടി കൂട്ടിയാൽ നമുക്ക് എന്തായി? 50 ആണ് ആൻസർ. സംശയമുള്ളവരാണെങ്കിൽ ഒന്ന് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. എങ്ങനെ? 4 + 46 ആണ്. എങ്ങനെ ചെയ്യാം അല്ലേ? 4 + 46 ആണ്. 4 + 40 + 6. അപ്പോൾ 6ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ എന്താവും? 10 ആവും. +40 50. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല. മാത്സ് അങ്ങനെയാണ്. ചെയ്ത് നോക്കണം. വർക്ക് ബുക്കിൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും കൂടിയുണ്ട്. ഞാനത് ഉടനെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.